ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നെൻ്റെ ലിച്ചു ആദ്യമായിട്ട് നഴ്സറി പോകുന്ന ദിവസം കേട്ടോ. എന്നാൽ പിന്നെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ എഴുന്നേറ്റത് ഞാൻ ഇഡ്ഡലിക്ക് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പൊങ്ങിയോ നോക്കാൻ വേണ്ടി പോയിട്ടോ. നല്ല തണുപ്പായത് കൊണ്ട് തന്നെ എങ്ങനെയാണോ അരച്ചു വെച്ചത് അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് തലേദിവസം കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മൂസും എൻ്റെ ഒപ്പം എഴുന്നേറ്റിട്ടുണ്ട്. അവൾക്ക് എക്സാം ആയതുകൊണ്ട് അവൾ പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പാത്രം എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് അവിടെ വീണ കുറേ വെള്ളം കിടക്കണ്ടായിരുന്നു. അതും ആ ഡ്രെയിനറിലെ വെള്ളമൊക്കെ കളഞ്ഞ് അവിടെ എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു 2 ദിവസമായിട്ട് ഗ്രീൻ ടീ കുടിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവം കേട്ടോ ഈ ഗ്രീൻ ടീ. 2 ദിവസമൊക്കെ എങ്ങനെയെങ്കിലും കുടിക്കും. അത് കഴിയുമ്പോൾ എനിക്ക് എന്താണ് ഇത് തീരെ കുടിച്ചങ്ങോട്ട് ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറെ കയ്പോ പുളിയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെയാണ് ഞാൻ പിന്നെയും കുടിക്കും. ഇതിനോട് എനിക്ക് എന്തോ ഭയങ്കര ഒരു വെറുപ്പാണ്. ഇപ്പോൾ 2 ദിവസമായി കുടിക്കണം. ഇപ്പോൾ വെക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇഡ്ഡലി ചുടാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഒത്തിരി സമയം പിന്നെ പുളിക്കാനായിട്ട് വെച്ചില്ല കേട്ടോ. ഒത്തിരി സമയം നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും കൂടി ലേറ്റ് ആവും. ഇന്നാണെങ്കിൽ ആകെ രാവിലെ തിരക്ക് പിടിച്ച ദിവസം കേട്ടോ. അമ്മൂന് എക്സാമും ലിച്ചുവിന് ആദ്യമായിട്ട് നഴ്സറി പോണ ദിവസവും പിന്നെ രാവിലെ ഇവിടെ എഴുതിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഉസ്താദ് എഴുതിക്കാൻ വരും. അതുകൊണ്ട് എല്ലാം ആകെ തിരക്കാട്ടോ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി ആദ്യം ഇഡ്ഡലിയെല്ലാം കാസറോളിലേക്ക് മാറ്റി വെച്ചു കേട്ടോ, തണുത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ചമ്മന്തി കേട്ടോ. സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അതിനുള്ള സമയം കിട്ടില്ല. അപ്പോൾ പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ അമ്മൂസിനാണെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകാൻ ചെറിയ കുട്ടി ദോശ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെറിയ ദോശ കുറച്ച് ചുട്ടെടുത്തു. അപ്പോഴേക്കും സമയം ഒരു 7:30 ആയിട്ടുണ്ട് കേട്ടോ. അമ്മൂസ് ആ സമയം യൂണിഫോമൊക്കെ മാറി റെഡിയാകാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോഴേക്കും ഞാനാണെങ്കിൽ അവൾക്ക് എക്സാം ആയതുകൊണ്ട് കുറച്ച് ചെറുതായിട്ട് നോട്ട്സൊക്കെ പെട്ടെന്ന് മനസ്സിലാവാൻ പാകത്തിന് ഒരു റഫ് ബുക്കിനകത്ത് എഴുതി കൊടുക്കുക കേട്ടോ. അതാകുമ്പോൾ പിന്നെ നോട്ട്സും ടെക്സ്റ്റും എല്ലാം എടുത്ത് ജസ്റ്റ് സ്കൂളിൽ ചെല്ലുമ്പോൾ നോക്കണ്ടല്ലോ. ഇതാകുമ്പോൾ പിന്നെ അത് മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പോഴേക്കും ഉസ്താദ് വന്നായിരുന്നു കേട്ടോ ലിച്ചുവിനെ എഴുതിക്കാൻ വേണ്ടിയിട്ട്. ലിച്ചു ആണെങ്കിൽ എഴുന്നേറ്റില്ലായിരുന്നു. പിന്നെ അവളെ എഴുതിപ്പിച്ച് കൊണ്ടുപോയി പല്ലൊക്കെ തേച്ച് റെഡിയാക്കി കൊണ്ടുവന്ന് അവളെ എഴുതിക്കുക കേട്ടോ. ഞാൻ വിചാരിച്ചു അവളെ എഴുതാനൊന്നും അങ്ങനെ ഇരിക്കില്ലായിരിക്കും എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ എല്ലാം നല്ലപോലെ എഴുതുകയും ഇരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ വായിക്കാൻ പറഞ്ഞപ്പം പിന്നെ അത് വായിച്ചൊന്നുമില്ല, ചുമ്മാ കൂടിയിരുന്ന് അങ്ങനെ എഴുതി. എന്നെ എഴുതിയേക്കണേ ഉറക്കെ പറ. നമ്മളിന്ന് എങ്ങോട്ട് പോണേ? എവിടെ പോണെന്ന്? നഴ്സറിയിൽ എങ്ങനെ പോണേ? അമ്മൂസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡി ആയിട്ട് സ്കൂളിൽ പോയിട്ടോ. സ്കൂൾ ബസ്സൊക്കെ വന്നു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പിന്നെ കുളിക്കണം, കുറച്ച് പരിപാടി ഉണ്ട്. അങ്ങോട്ട് പോണെന്നോ? നെയ് ഇഷ്ടമാണോ നഴ്സറി പോവാൻ? വഴക്കുണ്ടാക്കല്ലോ കേട്ടോ പിള്ളേരെ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെഡി ആയിട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആളെ നഴ്സറിലൊക്കെ പോകാനായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാട്ടോ നിൽക്കണേ. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്താവുമെന്ന്. ഇങ്ങോട്ടാ പോവാ നമുക്ക്? പൂരിയുടെ അവിടെ പൊക്കോ. ചേച്ചി കൈ പിടിച്ചു, അവിടെ കൈ പിടിച്ചു പൊക്കോ. അവിടെ കയറി എടുക്കോ. താങ്ക് യു പറ. താങ്ക് യു. അങ്ങനെ ഞങ്ങൾ നഴ്സറിയിൽ എത്തിയിട്ടോ. അങ്ങനെ വിചാരിച്ച പോലെ വലിയ പ്രശ്നങ്ങളൊന്നും അല്ലായിരുന്നു. ആള് നല്ല കൂളായിട്ട് നഴ്സറിയിലേക്ക് കയറി. അവിടെ ഫ്രണ്ട്സിനെല്ലാവർക്കും മിഠായിയൊക്കെ കൊടുത്തു. പിന്നെ അങ്ങനെ ചെന്നപ്പോൾ തന്നെ എല്ലാവരോടും മിണ്ടിയൊന്നുമില്ല കേട്ടോ. പിന്നെ ആള് പൊതുവേ പുറത്തിറങ്ങി കഴിഞ്ഞാൽ സൈലൻ്റ് അങ്ങനത്തെ ഒരാളാണ്. വീട്ടിൽ ചെല്ലണം വൈലൻ്റ് ആണെങ്കിൽ. എന്നിട്ട് പിന്നെ അവിടെ എല്ലാവർക്കും മിഠായിയൊക്കെ കൊടുത്തു. പിന്നെ പ്രെയറൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരുടെ കൂടെ കളിച്ചു കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്നു. ഇനിയിപ്പോൾ ഫസ്റ്റ് ഡേ അല്ലേ, ഇനി ചെല്ലുമ്പോൾ തന്നെ ഇരുത്തിയിട്ട് വന്നാൽ ഇരിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം അവിടെ ഇരുന്നു കേട്ടോ. താങ്ക് യു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ നല്ല ആക്റ്റീവായി എല്ലാവരെയും കൂടെ കളിക്കാനൊക്കെ കൂടി കേട്ടോ. എന്നാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ടീച്ചർ വിളിച്ചു കേട്ടോ. ആൾ നല്ല കരച്ചില്ലാന്ന് പറഞ്ഞ്. പിന്നെ ഫസ്റ്റ് ഡേ അല്ലേ, എന്നാൽ പിന്നെ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ തിരിച്ച് വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു കേട്ടോ.
അയ്യോ കരഞ്ഞു. അയ്യോ കരയണ എന്തിനാ? നാളെ വരാട്ടോ നമുക്ക്. കരയില്ലേ? അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണൊക്കെ പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.